ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 11, 19 തിരുവചനം. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 11 അധ്യായം 19 തിരുവചനം ഓരോ മനുഷ്യൻ്റെയും ജീവന് ആധാരമായ ദൈവത്തിൻ്റെ ഉപദേശമാണ്. ഇവിടെ ദൈവം തൻ്റെ ദാസനായ ശലോമോനിലൂടെ നമ്മോട് സംസാരിക്കുന്നത്, ഈ ഭൂമിയിൽ അല്പായുസ്സോടിരിക്കുന്ന നാം ജീവനെ പ്രാപിക്കുവാൻ, അഥവാ ശാശ്വതമായ ജീവനെ, തിരുവചനത്തിൻ്റെ ഭാഷയിൽ നിത്യജീവനെ, സ്വർഗഭാഗ്യത്തെ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്നാണ്. അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. എന്താണ് നീതി? വിശുദ്ധ സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് മർത്യൻ നീതീകരിക്കപ്പെടുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യൻ പാപനിമിത്തം അനീതിയുടെ കയത്തിൽ വീണുപോയപ്പോൾ ആ മർത്യനെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയുടെ പേരാണ് നീതി, അഥവാ കർത്താവായ യേശുക്രിസ്തു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം, അതിൻ്റെ 1 അധ്യായം 24, 30 തിരുവചനങ്ങളിൽ യേശു ക്രിസ്തുവാണ് നീതിയെന്ന് ആ 2 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നീതിയെ നാം അറിയുമ്പോഴാണ് നാം ജീവനെ പ്രാപിക്കുവാൻ ഇടയാകുന്നത്. പൂർവകാലങ്ങളിൽ ദൈവം മനുഷ്യനെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ആ നാളുകളിൽ അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും, ദൈവ തേജസ്സിൽ നിന്നും, ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്നും അകന്നു പോകുവാനിടയായി. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ചില ന്യായപ്രമാണങ്ങൾ, കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ നൽകുവാനിടയായി. ഇത് അനുസരിച്ച് ജീവിക്കുന്നവൻ, അഥവാ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറയുവാനിടയായി. എന്നാൽ ആ ന്യായപ്രമാണത്തിൻ്റെ നീതി, അഥവാ ആ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ആർക്കും രക്ഷ നേടാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ നീതി. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ അവൻ സന്നദ്ധനായിരിക്കണം. അതിന് മർത്യന് സാധിക്കാതെ പോയി. അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യൻ വീണ്ടും വളരെ പരിതാപകരമായ അവസ്ഥയിലായിത്തീർന്നത്. അവന് രക്ഷ നേടുവാൻ മറ്റൊരു മാർഗവുമില്ല എന്നായി. അങ്ങനെ പാപക്കയത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ് അവനെ കണ്ട്
മനസ്സലിഞ്ഞ സർവശക്തനായ ദൈവം അവനെ നീതീകരിക്കുവാൻ അഥവാ മർത്യരെ രക്ഷിക്കുവാൻ സ്വയം നീതിയായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടത്. ആ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും നീതീകരിക്കപ്പെടുവാനിടയാവും. ആ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുന്നു. ആമേൻ.